തുടരും. അങ്ങനെ തുടരും ഏപ്രിൽ 25 റിലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തരുൺ മൂർത്തിയാണ് പടം ഡയറക്ട് ചെയ്യുന്നത്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക, ഈ 2 പടം മാത്രം മതി തരുൺ മൂർത്തിയുടെ ലെവൽ അറിയാൻ വേണ്ടിയിട്ട്. ലാലേട്ടൻ തരുൺ മൂർത്തിയോട് ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാ പ്രേക്ഷകരും ഉറ്റുനോക്കുന്നത് ഈ പടം ഏത് ലെവലിലേക്ക് എത്തുന്നുള്ള കാര്യത്തിലാണ്. അപ്പോഴാണ് ലാലേട്ടൻ എമ്പുരാന്റെ പ്രൊമോഷനിടെ ഈ ഒരു പടം ദൃശ്യം ലെവൽ മോഡലായിരിക്കും ഈ പടം റിലീസിന് എത്താന്ന് പറയുന്നത്. ദൃശ്യം എല്ലാവർക്കും അറിയാം, മലയാള സിനിമയുടെ തന്നെ തലവര മാറ്റി എഴുതിയ പടമാണ് ദൃശ്യം, അല്ലെ? അതായത് ലാലേട്ടന്റെ കരിയറിൽ തന്നെ ഏറ്റവും ടോപ്പ് ബെസ്റ്റ് പടം. തരുണ് തുടരും, അതായത് ദൃശ്യം മോഡലാണ് പണി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാലേട്ടന്റെ അടുത്തൊരു ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കും തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കഴിഞ്ഞ 10 വർഷത്തിനിടെ ലാലേട്ടൻ 4 ഇൻഡസ്ട്രി ഹിറ്റാണ് മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് നേടിക്കൊടുത്തത്. അതിൽ 1 ദൃശ്യം, 2 പുലിമുരുകൻ, 3 ലൂസിഫർ, 4 എമ്പുരാൻ. അതായത് ചരിത്രം ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 5ാമത്തെ പടമായിരിക്കും തുടരും. തുടരും റിലീസിനെത്താൻ വേണ്ടി പോകുന്നത് ഒരു ക്രൈം ത്രില്ലർ ഡ്രാമയായിട്ടാണ്. അതായത് ഈ പടത്തിന് ട്രെയിലർ കണ്ട സമയത്ത് നമ്മൾ കണ്ടതാണ്, അവസാനത്തെ കുറച്ച് മിനിറ്റുകളിൽ തുടരുമെന്ന പടം പോകുന്ന ഒരു ത്രില്ലർ മോഡിലേക്കാണ്. അതിന്റെ കൂടെ ലാലേട്ടൻ ശോഭന, അത് ഹിറ്റ് കോമ്പം കൂടി വരുമ്പോൾ പടം വേറെ ലെവലിലേക്ക് പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു രംഗമുണ്ട്, അതായത് ലാലേട്ടൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഒരു സീനുണ്ട് ഈ ട്രെയിലർക്കകത്ത്. എനിക്ക് ഈ ഒരു സീൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഭ്രമരം, അതായത് ലാലേട്ടൻ്റെ ഭ്രമരം, ബ്ലസ്സി ലാലേട്ടൻ കോമ്പോയിട്ടുള്ള ഭ്രമരമാണ് എനിക്ക് ഓർമ്മ വന്നത്. അതായത് ലാലേട്ടൻ്റെ ഒരു മുഖത്തെ എക്സ്പ്രഷൻ മാറിപ്പോകുന്ന സാധനം ഇതിനകത്തും തരുൺ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ എമ്പുരാൻ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചതോടുകൂടി തന്നെ തുടരുമെന്ന പറഞ്ഞ പടത്തിന് കുറച്ചും കൂടി മൈലേജ് കിട്ടാൻ എന്തായാലും സഹായകരമാകും. അതായത് ലാലേട്ടൻ എമ്പുരാന്റെ പ്രൊമോഷനിടെ പറഞ്ഞതാണ് ഇതൊരു ദൃശ്യം മോഡൽ ക്രൈം ത്രില്ലർ ആയിരിക്കും എന്നുള്ള കാര്യം. പക്ഷേ തരുൺ ഇതിനുള്ള ഒരു മറുപടിയായിട്ട് തരുൺ പറഞ്ഞത് ഇതൊരു ദൃശ്യം മോഡൽ അല്ല എന്നുള്ള കാര്യം. ദൃശ്യം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയുടെ തന്നെ തലവരെ മാറ്റിയ പടമാണെന്നുള്ള കാര്യമാണ്. അപ്പോൾ തരുൺ പറഞ്ഞ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ദൃശ്യം മോഡൽ അല്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ച് പറയുന്നുണ്ട് തരുൺ. തരുൺ ഉദ്ദേശിക്കുന്ന പടം ഇതൊരു വേറൊരു ക്രൈം ത്രില്ലർ ഡ്രാമയാണെന്നുള്ള കാര്യമാണ്. എന്ത് തന്നെയായാലും ലാലേട്ടൻ ഒരു സാധാരണക്കാരന്റെ രൂപത്തിലും സാധാരണക്കാരന്റെ വേഷത്തിലും ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു പടം തിയേറ്ററിൽ എത്താൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പടം കൂടിയാണ് തുടരിന്റെ റിലീസ്. പക്ഷേ ഈ പടത്തിന്റെ റിപ്പോർട്ടുകൾ ഇപ്പോഴും പറയുന്നത് ഈ പടത്തിന്റെ ആദ്യത്തെ ഇന്റർവെൽ ബ്ലോക്ക് വരെ ഇതൊരു ഫാമിലി ഡ്രാമയും ഇന്റർവെല്ലിന് ശേഷം ഇതൊരു ക്രൈം ത്രില്ലർ മോഡലോട്ട് ഓണാവും എന്നുള്ള കാര്യത്തിലാണ്. തരുണ് ഈ പടത്തിൽ എന്താണ് പണി വെച്ചിരിക്കുന്ന കാര്യം എന്തായാലും 25 നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതൊരു ഇൻഡസ്ട്രി ഹിറ്റ് ആവാൻ സാധ്യത തന്നെയാണ് ഇപ്പോഴും നോക്കിക്കാണുന്നത്.